ഹരിവരാസനം എഴുതിയ പുറക്കാട് കോന്നകത്ത് ജാനകിയമ്മയുടെ കുടുംബത്തിലെ അംഗമാണ് എന്ന വലിയ ബഹുമാനവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ആളാണ് എ പത്മകുമാർ. CPIM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയും ഒക്കെയാണെങ്കിലും തികഞ്ഞ അയ്യപ്പ ഭക്തനാണെന്ന് തുറന്നു പറഞ്ഞാണ് സ്ഥാനമേറ്റത്. അങ്ങനെയുള്ള എ പത്മകുമാർ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായി എന്ന് കേട്ടപ്പോൾ ആരെങ്കിലും അമ്പരന്നോ? ഇക്കഴിഞ്ഞ CPIM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ദിവസത്തെ പത്മകുമാറിന്റെ പ്രതികരണം എത്ര പേരുടെ മനസ്സിലേക്ക് വന്നു? താൻ ഇവിടെ ഉള്ളപ്പോൾ വീണ ജോർജിനെ എന്തിനാണ് സംസ്ഥാന സമിതിയിലേക്ക് എടുത്തത് എന്ന പരസ്യമായ ആ ചോദ്യം നിങ്ങളിൽ എത്ര പേർ ഓർത്തു? പത്മകുമാർ BJPയിലേക്ക് പോകും എന്ന് പോലും അന്ന് പലരും പറഞ്ഞതല്ലേ? പത്മകുമാറിന്റെ അന്നത്തെ പ്രതികരണം സ്ഥാനമാനങ്ങളോടുള്ള ഭ്രമത്തിൽ നിന്നുമുണ്ടായതാണ്. അനിയന്ത്രിതമായ ഭ്രമമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ തീരാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് പത്മകുമാർ ഗൂഢാലോചന നടത്തി എന്ന് കേൾക്കുമ്പോൾ ഒരാളും അന്തം വിടുന്നുണ്ടായിരിക്കില്ല. പുള്ളിക്കാരൻ അത് ചെയ്തു കാണുമെന്ന് ഊഹിക്കുകയാണ് പലരും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ എ പത്മകുമാർ ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ്. ആ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് പൊതുമുതൽ കട്ടതിനല്ല, സർക്കാർ തലത്തിൽ എന്തെങ്കിലും അഴിമതി കാട്ടിയതിനല്ല, ശബരിമല ശ്രീധർമ്മ ശാസ്താവിന്റെ സ്വർണം മോഷ്ടിക്കുന്നതിനുള്ള ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കിയതിനാണ്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ്. സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾ ലഭിച്ചതിനാലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇരുന്നു വാടാൻ സ്വന്തം ഓഫീസ് മുറി തുറന്നു കൊടുത്തതിനാണ്. ആരോപിക്കപ്പെട്ടിരിക്കുന്നതൊന്നും നിസാരങ്ങളായ കുറ്റങ്ങളല്ല. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. അയ്യപ്പന്റെ പൊന്നുകട്ടതിൽ ഇനിയും ആരൊക്കെ? പത്മകുമാറിൻ്റേത് പൂർണ്ണമായും രാഷ്ട്രീയ നിയമനമായിരുന്നു. മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിൻ്റേത് പൂർണ്ണമായും രാഷ്ട്രീയ നിയമനം എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. CPIM സഹയാത്രികനായ ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറമുള്ള ബന്ധമൊന്നും N വാസുവിനുണ്ടായിരുന്നില്ല. അപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന എ പത്മകുമാർ ഇപ്പോൾ CPIM ജില്ലാ കമ്മിറ്റി അംഗമാണ്. മുൻ കോന്നി MLA ആണ്. കഴിഞ്ഞ സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് എത്തുമെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ആളുമാണ്. CPIMന് സംഘടനാപരമായ മര്യാദകളും ചിട്ടകളുമുണ്ട്. അതെല്ലാം ബാധകമായ ഒരാളാണ് ഇപ്പോൾ സ്വർണ്ണ മോഷണ കേസിലെ കൂട്ടുപ്രതിയായിരിക്കുന്നത്. എന്തൊക്കെയാണ് പത്മകുമാറിനെതിരെയുള്ള കുറ്റങ്ങൾ എന്ന് നോക്കൂ. കട്ടിളപ്പാളി കേസിൽ 8ാം പ്രതി. സ്വർണം കവർന്നത് പത്മകുമാറിന്റെ അറിവോടെയാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എഴുതി വച്ചിരിക്കുന്നത്. തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് അടുത്ത ബന്ധം, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന് അനുവദിച്ചിരിക്കുന്ന മുറി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈകാര്യം ചെയ്തു. പ്രസിഡന്റ് ഇല്ലാത്തപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ആ മുറി ഉപയോഗിച്ചു. പൂജാ ബുക്കിംഗിൽ അടക്കം പോറ്റിക്ക് പ്രത്യേക പരിഗണന ലഭിച്ചത് ഈ അടുപ്പം കൊണ്ടാണെന്ന് ജീവനക്കാർ മൊഴി നൽകിയിരുന്നു. അപ്പോൾ ഈ ബോർഡിന്റെ കാലത്തെ ദേവസ്വം കമ്മീഷണറായിരുന്നു N വാസു. പത്മകുമാറിനെ പിന്തുടർന്ന് വാസുവാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായത്. നേരത്തെ അറസ്റ്റിലായ വാസു നൽകിയ മൊഴികളിലും പത്മകുമാറിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ശബരിമലയിൽ തസ്കര സംഘം പിന്തുടർച്ച ഉണ്ടാക്കിയെടുത്തത് ഏതു സംവിധാനത്തെയും അമ്പരപ്പിക്കുന്ന വിധത്തിലായിരുന്നു. ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും ഒരേ യന്ത്രത്തിന്റെ ഭാഗമെന്ന മട്ടിൽ പ്രവർത്തിച്ചവരാണ്. എ പത്മകുമാറിന് അധികാര തുടർച്ച ലഭിക്കില്ല എന്ന ഘട്ടമെത്തിയപ്പോൾ N വാസുവിനെ അവിടേക്ക് നിയോഗിക്കാൻ മാത്രം ശക്തമായിരുന്നു ഈ സംഘം. 3 പേരും തമ്മിലുള്ള ഇഴയെടുപ്പം വ്യക്തമാക്കുന്നതായിരുന്നു N വാസു ചുമതലയേറ്റതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിൽ. കയ്യിൽ സ്വർണം ബാക്കിയുണ്ട്, കല്യാണത്തിന് ഉപയോഗിക്കട്ടെ എന്നാണ് വീട്ടിലെ കാര്യസ്ഥൻ കാരണവരോട് ചോദിക്കുന്നത് പോലെയുള്ള ആ ഇമെയിൽ. N വാസു ആ മെയിൽ തിരുവാഭരണ കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്യുകയാണ്. പിന്നെ ഒരനക്കവും ഉണ്ടാകുന്നില്ല. ഇവരെല്ലാവരും ഇക്കാര്യത്തിൽ ഒന്നിച്ചു പ്രവർത്തിച്ചു എന്നല്ലാതെ മറ്റെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വാസു അത്തരമൊരു മെയിൽ ലഭിച്ചാൽ ദേവസ്വം ബോർഡ് യോഗത്തിലാണ് അവതരിപ്പിക്കേണ്ടതല്ലേ? പോറ്റിയുടെ കയ്യിൽ സ്വർണം എങ്ങനെ ബാക്കി വന്നു എന്നാണ് അന്വേഷിക്കേണ്ടത്. അതൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകുന്ന ഘട്ടത്തിൽ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു എ പത്മകുമാർ. CPIMന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ ഒന്നാണത്. ആഡംബരത്തോടും ആർഭാടങ്ങളോടും ത്വരയൊന്നുമില്ലാത്ത പൂർണ്ണമായും കളങ്കരഹിതർ ഉൾപ്പെട്ടത് എന്ന് കണക്കാക്കുന്ന സമിതിയാണത്. അവിടെ എത്തിയ ഒരാളാണ് ഇത്തരം ഒരു കൂട്ടുകെട്ടുകളുടെ ഭാഗമായി തീർന്നത്. അല്ലെങ്കിൽ തന്നെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗമായ ഒരാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലൊരു ഇടനിലക്കാരനുമായി എങ്ങനെയാണ് ബന്ധമുണ്ടാകുന്നത്? ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ ഉദ്യോഗസ്ഥരുമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് പോലെ അല്ല ഇത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അക്കാലത്ത് ശബരിമലയിൽ ആരുമല്ല. പതിറ്റാണ്ടിന് മുൻപ് ഒരു മേൽശാന്തിയുടെ സഹായിയായി ശബരിമലയിൽ എത്തി എന്നൊരടുപ്പം മാത്രമേ
അയാൾക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾക്കാണ് സ്വന്തം ഓഫീസ് സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടിയും പത്മകുമാർ വിട്ടുകൊടുത്തത്. CPIMന്റെ വഴിയായിരുന്നില്ല പത്മകുമാറിന് അന്നും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ കിട്ടുന്ന ശമ്പളം ശബരിമല പ്രക്ഷോഭത്തെ സഹായിക്കാൻ നൽകാമെന്ന് പത്മകുമാർ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പറയുന്നത്. സ്ത്രീ പ്രവേശനത്തിന് ശ്രമിച്ചവരെ ഓർത്ത് പത്മകുമാർ കണ്ണീരണിഞ്ഞിരുന്നു എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. വിശ്വാസങ്ങളോട് അത്രയും അടുപ്പമുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ആരാധനാമൂർത്തിയുടെ പൊന്നു മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലാവുകയാണ്. ഇതിനപ്പുറം വൈരുദ്ധ്യം എങ്ങനെയുണ്ടാകും? വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഒക്കെ എല്ലാവരെയും നയിക്കുന്ന ഒരു നന്മയുണ്ടാകണം. അത് സത്യസന്ധതയുടെയും ധാർമ്മികതയുടെയും വഴിയാണ്. സത്യം കളഞ്ഞിട്ട് വിശ്വാസിയായതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അധാർമിക വഴികളിലൂടെ പോകുന്നവരെ എങ്ങനെയാണ് വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റുക? അവിശ്വാസിയായ ഒരാൾക്ക് പോലും വിശ്വാസികളുടെ പ്രശംസ നേടിയെടുക്കാൻ കഴിയും. ശരിയുടെ പാതയിലൂടെയാണ് പോകുന്നത് എങ്കിൽ വിശ്വാസികൾക്ക് വിയോജിപ്പുണ്ടാകാൻ ഇടയില്ല. പത്മകുമാറും വാസുവും വഞ്ചിച്ചത് വിശ്വാസികളെ മാത്രമല്ല, പാർട്ടി സംവിധാനത്തെ തന്നെയാണ്. ഇപ്പോൾ CPIM മറുപടി പറയാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ്. ഇവരെയൊക്കെ നിയമിച്ച സർക്കാരിനും ആ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല. ഈ കേസ് ഇതുവരെ എത്തി നിൽക്കുന്നത് ശരിയുടെ പാതയിലാണെന്നാണ് ഹൈക്കോടതി വിലയിരുത്തലുകളിൽ നിന്നും മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കിട്ടുന്ന പ്രതിച്ഛായ അങ്ങനെയാണ്. ഉത്തരവാദികളായ ഒരാളെയും മാറ്റി നിർത്താതെ അന്വേഷിക്കുന്നു എന്നാണ് ഇപ്പോൾ വരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസു എന്ന മുൻ പ്രസിഡന്റിൽ മാത്രം ഒതുങ്ങാതെ പത്മകുമാറിലേക്കും കൂടി അന്വേഷണം എത്തിയത് അങ്ങനെയാണ്. ഇനി ഇതിന് മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത്. കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചത് പത്മകുമാർ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ. ഇതിനുശേഷമാണ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയ ആ അട്ടിമറി നടന്നത്. ആ പത്മകുമാറിന് മറ്റാരെങ്കിലും നിർദ്ദേശം നൽകിയോ എന്നാണ് ഇനി അറിയാനുള്ളതും. അതിനുള്ള ഉത്തരവും ഏറെ വൈകില്ല എന്നു തന്നെ കരുതാം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.